അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിട്ടാണ് വരുന്നത്. ഇന്ന് കൈപ്പക്ക വള്ളിയില്ല. അന്നത്തെ കൈപ്പക്ക വള്ളി നിറയെ കൈപ്പക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം നല്ല വെളുത്ത് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു കൈപ്പക്കയും മാങ്ങാഞ്ചി പറിച്ചിട്ട് മാങ്ങാഞ്ചി കൂടി കൂട്ടിയിട്ട് അച്ചാറിടാന്ന്. പിന്നെ നിറയെ ചീനമുളകും കിട്ടി. അപ്പോൾ എല്ലാം കൂടി ഇന്നൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങാഞ്ചിയുടെ കൂടെ ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കാൻ നല്ലതാണ്. അങ്ങനെ മാങ്ങാഞ്ചിയും കൈപ്പക്കയും ഇഞ്ചിയും ചീനമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെക്കുക. പിന്നെ അതിൽ ചേർക്കുന്നത് ഉലുവയും കടുകാണ്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആദ്യം ഉലുവ ഇടുക. ഉലുവിട്ട് പൊട്ടി വരുമ്പോൾ കടുക് ഇടുക. കടുകും പൊട്ടി വന്നതിന് ശേഷം രണ്ടും കൂടി നമ്മൾ ഉരലിലും അമ്മിയിലിട്ട് പൊടിച്ചെടുക്കണം. നൈസായിട്ട് പൊടിക്കാതെ തരിതരിനെ വേണം പൊടിച്ചെടുക്കാൻ. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇടുക, പിന്നെ ഇഞ്ചി ഇടുക, പിന്നെ പച്ചമുളക് ഇടുക, ചീനമുളക് ഇടുക. ചീനമുളക് ഇട്ട് നല്ലതുപോലെ വഴഞ്ഞ് വന്നതിന് ശേഷം കൈപ്പക്ക ഇടുക. കൈപ്പക്കയും ചീനമുളകും ഇഞ്ചിയൊക്കെ നല്ല വഴഞ്ഞൊരു ഉപ്പ് ഇടുക. ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ വഴറ്റുക. നല്ല വഴഞ്ഞെന്ന് കണ്ടാൽ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അതിലേക്ക്. അതിട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റണം. മഞ്ഞളിൻ്റെയും മുളകിൻ്റെ ഒക്കെ പച്ചമണം മാറുന്ന വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. അഴിഞ്ഞ് വരുമ്പോൾ അതിലേക്കും ചെറുനാരങ്ങ വലിപ്പിൽ പുളിയെടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക. അത് ഒഴിച്ച് നല്ലതുപോലെ അടച്ച് നല്ല വെള്ളം വറ്റുന്ന വരെ വെള്ളം വറ്റി മുളക് ഇങ്ങനെ ഊറി വരും. മുളകും മഞ്ഞളൊക്കെ ഊറി വരും. അപ്പോൾ അതിലേക്ക് പൊടിച്ച് വെച്ച ഉലുവ കടുക് പൊടിച്ചത് അതിലേക്ക് ഇടുക. ഉലുവ കടുക് പൊടിച്ചത് നല്ല മണമാണ്. പിന്നെ അച്ചാറ് നല്ല കൊഴുപ്പും കിട്ടും. അതിനാണ് അത് ചേർക്കുന്നത്. അങ്ങനെ ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 3-4 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിക്കണമെന്ന് വെച്ചാൽ പുളി മാത്രമാകുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ പൂപ്പൽ വരാൻ സാധ്യത ഉണ്ട്. അത് കാരണമാണ് 3-4 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുന്നത്. വിനാഗിരി വെച്ച് നല്ല തിളപ്പിച്ച് വാങ്ങി വെക്കുക. വാങ്ങി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇടുക. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടതിന് ശേഷം കറുത്ത എള്ളാണ് അതിൽ ചേർക്കുന്നത്. കറുത്ത എള്ളും കടുകും പൊട്ടി വരുമ്പോൾ അതിലേക്ക് അച്ചാറിലേക്ക് വറുത്ത് കോരുക. ഇത് ഏറ്റവും നല്ലതാണ്. ചോറിന് കറിയില്ലെങ്കിലും ഇത് കൂട്ടി ചോറിനാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.